ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സൺഡേ വ്ളോഗാണ്. ഇന്ന് ഞങ്ങളിതാ കാഞ്ഞങ്ങാടിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം മോളുടെ പിറന്നാളാണ് ഇന്ന്. മോളുടെ എന്ന് പറയാൻ പറ്റില്ല, മോളുടെ കൂടെ തന്നെ അച്ഛൻ അമ്മ എന്നുള്ള രീതിക്ക് ഞങ്ങളുടെയും പിറന്നാളാണല്ലോ. കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, മോളുണ്ടായപ്പോഴാണല്ലോ ഞങ്ങൾ ആദ്യമായിട്ട് അച്ഛനും അമ്മയായത്. അപ്പോൾ അതിൻ്റെ ഒരു പിറന്നാളും കൂടിയാണല്ലോ എന്നാണ് കേട്ടോ കവി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ ഞങ്ങൾ കാഞ്ഞങ്ങാടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കടയുടെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടയുടെ ഉദ്ഘാടനമൊക്കെ ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ ഇന്ന് കടയിൽ പോയി, അച്ഛൻ പോയി, അനിയൻ പോയി. അപ്പോൾ എല്ലാവരും പോയതുകൊണ്ട് തന്നെ മോളുടെ സെലിബ്രേഷൻ പ്രത്യേകിച്ച് അങ്ങനെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. എന്ത് തന്നെ ആയാലും ഇന്ന് മോളെ സന്തോഷിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 12:30 ആയപ്പോഴത്തേക്കും കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഊണ് കഴിച്ചിട്ട് തന്നെ ആവാൻ ബാക്കിയെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാ സമുദ്ര സദ്യ എന്ന് പറയുന്നിടത്താണ് കേട്ടോ ഞങ്ങൾ കയറിയത്. മൊത്തത്തിലൊരു സദ്യമേളം തന്നെയായിരുന്നു കേട്ടോ. മീനും പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിലും ഇന്ന് പായസം കൂട്ടിയൊരു സദ്യ തന്നെ ആവട്ടെ എന്ന് കരുതി. മോളുടെ പിറന്നാളും കൂടിയാണല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ സ്ലൈഡ് ആൻഡ് റൈഡ് എന്ന് പറയുന്ന കിഡ്സിൻ്റെ ഒരു ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോയത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടത് വെച്ചിട്ട് ഞങ്ങൾ ഇത്രയൊന്നും അല്ല കേട്ടോ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വളരെ ചുരുങ്ങിയൊരു ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തൊക്കെ നല്ല വർണ്ണശബളമായിരുന്നു. എന്നിരുന്നാലും അകത്ത് ചെറിയൊരു റൂം, അതായത് നമുക്കൊരു അംഗൻവാടി പോലെ കാണാം. അപ്പോൾ സംഗതി എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുട്ടികൾക്ക് നല്ല ഉഷാറായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ബോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അതുപോലെ AC സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ഷീണമൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. മോനായാലും അത്യാവശ്യം കളിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിലൂടെ കളിക്കുന്നുണ്ട് കേട്ടോ. മോക്ക് കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. ഈ കാണുന്ന ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അവർ കുറച്ച് നേരം കളിച്ചതിന് ശേഷമാണ് ഫ്രണ്ട്സ് ആയത്. കാര്യം എന്തായാലും മോക്ക് നല്ല സന്തോഷമായി കേട്ടോ. അവൾക്ക് ഇതുപോലെ പോകണമെന്നും ഇതുപോലെ കളിക്കണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടായുടെ ഫീൽഡ് അങ്ങനെയൊന്നും ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ തോന്നുന്നോ അന്നേരം ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഈ കാണുന്ന കുട്ടികളാണ് കേട്ടോ അവൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ കുറേ നേരം കളിക്കുകയും വർത്തമാനം പറയുകയും അവർ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ അവൾക്കും ഒരു ഉന്മേഷവും സന്തോഷമൊക്കെ വന്നു കേട്ടോ. അതിൽ പിന്നെയാണ് അവൾ നല്ലപോലെ കളിക്കാനൊക്കെ തുടങ്ങിയത്. അതുവരെ ഇങ്ങനെ മൂടിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിൽ കളിക്കാനൊരു സുഖം കാണില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം കുറച്ച് മുകളിലായിട്ടാണ്, ഒരു ഫ്ലോറിന് മുകളിൽ. അപ്പോൾ ഇതുപോലെ അതിൽ കൂടെ കയറി ഇങ്ങനെയൊക്കെ എറിഞ്ഞ് അവൾ കളിക്കുകയൊക്കെയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മളാണെങ്കിലുണ്ടല്ലോ ഫോണും നോക്കി കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നേ. മോനായാലും താഴത്ത് ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും പേടിക്കാനില്ല, കാരണം ഈ ഫ്ലോറിൽ കാണുന്ന മെറ്റീരിയലൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല കുട്ടികൾക്ക് ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ആട്ടോ. അതുകൊണ്ട് തന്നെ വീണാലും നമുക്ക് പ്രശ്നമൊന്നും വരാനില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ എക്സ്പോ സീ വേൾഡ് എക്സ്പോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ കയറിയത്. ഇത് അപ്രതീക്ഷിതമായിട്ട് കയറിയതാണ്. എന്നിരുന്നാലും ഞാൻ ഇതിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ കാശ്മീരിലെയൊക്കെ ഒരു അനുഭവം വരാൻ വേണ്ടിയിട്ട് അവരിതാ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. കുറേ മഞ്ഞുമലകളും അതേപോലെ തന്നെ വാട്ടർഫോളും ഒക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. സെറ്റ് ചെയ്ത് ഏതായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ചൂടത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സെറ്റ് സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കയറി വരുന്നത് മീനിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചാലും പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഇന്നിവിടെ മത്സ്യകന്യക ഇല്ല കേട്ടോ. അല്ലെങ്കിൽ മത്സ്യകന്യക ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ചേട്ടായിക്കാണെങ്കിൽ ബാക്കി ഒന്നിലും താല്പര്യമില്ല. ഇങ്ങനത്തെ മീൻ, മൃഗങ്ങൾ, പക്ഷികൾ അങ്ങനത്തെയൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുള്ളി നല്ല മൂഡിലായിരുന്നേ. ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം വാ പോവാം അങ്ങനെ ഒരു തിടുക്കം കാണിക്കലായിരുന്നു കേട്ടോ. ഇവിടെ ഏതായാലും അത് കണ്ടില്ല. ഞങ്ങളിതാ മീനിനെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കാൻ കേട്ടോ. ഇതിനകത്ത് നിറച്ച് സ്പോഞ്ച് ഉണ്ട്, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. പക്ഷെ കാണാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ മീനുകൾ. നമ്മൾ അക്വേറിയത്തിൽ വളർത്തുന്ന മീനുകളില്ലേ, ആ ടൈപ്പായിരുന്നു കേട്ടോ എല്ലാം തന്നെ. ചിലതൊക്കെ വലുതായിരുന്നു കേട്ടോ. ഒരു വലിയ മീനിനെ ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ വന്നപ്പോൾ ഇതേ കാണുമ്പോൾ ഒരു ആവോലി ലുക്കില്ലേ. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കളർഫുള്ളായിട്ടുള്ള ഫിഷുകളൊക്കെയാണ്. അങ്ങനെ തപ്പി വന്നപ്പോഴത്തേക്കും നമ്മൾ വലിയൊരു മീനിനെ കണ്ടിട്ടുണ്ട്. ആ മീനിനെ കണ്ടപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നത്. വലിയൊരു മീനെന്ന് പറഞ്ഞാൽ വലിയൊരു മീനായിരുന്നു കേട്ടോ. കാണിച്ചു തരാവേ. ഈ സമയത്ത് മോനും ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണല്ലോ. കാരണം ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാണാൻ പോകുന്നതൊക്കെ.
മോക്കും ഇതുപോലെ തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം നമ്മളിതുപോലെ വല്ലപ്പോഴും ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കാണാൻ പോകാറുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സിനിമ കാണാനൊക്കെ പോകും. ദാ കിടക്കുന്ന സംഭവം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ മീൻ. ഒരു 1.5 വലുപ്പമാണ്. വീഡിയോയിൽ കാണുന്നതിലും വലിയ വലുപ്പമാണ് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവുക. അതിൻ്റെ പല്ലൊക്കെ ശരിക്കും പറഞ്ഞാൽ എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നേ. ഇത് ഞങ്ങൾ തൊട്ട് നോക്കി മാന്തി നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതിനൊരു അനക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ. ദാ കുഞ്ഞ് കരിമീനാണെന്നും പറഞ്ഞ് അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇത് അകത്തേക്ക് കയറിയപ്പം ഇതാണ് കേട്ടോ സ്പെഷ്യലായിട്ട് കണ്ട സ്ഥലം. നല്ല മാലപ്പടക്കം പൊട്ടി നിൽക്കുന്ന പോലെ ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതും വളരെ കളർഫുൾ ആയിട്ടുള്ള മീനുകളാണ്. ഇതിലായിരുന്നു കേട്ടോ ശരിക്കും മത്സ്യകന്യക ഉണ്ടായിരുന്നേ. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ സെറ്റായേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണെന്നോ അങ്ങനെ എന്തൊക്കെയോ അവർ പറഞ്ഞിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും മത്സ്യകന്യക ഇല്ലാതിരുന്നത്, അല്ലാണ്ട് നമ്മുടെ മോശം സമയം കൊണ്ടല്ല എന്നല്ലേ. പോട്ട്, ഏതായാലും കുഴപ്പമില്ല. ഇത്രയൊക്കെ കണ്ടല്ലോ. ഇത് കണ്ടോ, ഒരിടത്ത് മീൻ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. ഒരുപാട് കളറുള്ള മീനുകളായതുകൊണ്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ എം ടി ആയിട്ട് കിടക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഭാഗത്തുള്ള മീനുകളൊക്കെ ആ ഒരു സ്ഥലത്ത് തീറ്റ തേടി പോയതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം വലിയ വലിയ മീനുകളായിരുന്നു കേട്ടോ. മീശയുള്ളതും കണ്ണുള്ളതും കൊമ്പുള്ളതും വലിയ ചെരുപ്പിൻ്റെ ബാറ് പോലത്തെയൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, വലിയൊരു മീനല്ലേ. ഇതുപോലെ തന്നെ മീനുകളായിരുന്നു കേട്ടോ മൊത്തവും. ഇതിൻ്റെ മീശയൊക്കെ കണ്ടോ, മീശയും താടിയും ഒക്കെ ആയിട്ടൊരു അപ്പൂപ്പൻ്റെ ലുക്കല്ലേ. എന്തൊരു ഡേഞ്ചർ ലുക്കാ. അങ്ങനെ ഇതാ ഇതിൻ്റെ കണ്ണും മൂക്കും വായൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തടുത്തായിട്ട് മീനുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ മീനുകളാണ് കേട്ടോ ഇനി വരുന്നതെല്ലാം. വലിയ മീനുകൾ, കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കുറവായിരുന്നു. പിന്നെ ഇതാ ഈ മീനിൻ്റെയൊക്കെ പേരൊക്കെ എന്തൊക്കെയോ ചേട്ടായി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര കൃത്യമാണ് കേട്ടോ. മീൻ കാര്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഇതൊക്കെ ഭയങ്കരമായിട്ട് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. നമുക്കാണെങ്കിൽ കാണുന്നതെല്ലാം വെള്ളയും പുള്ളിയും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഓരോ ടൈപ്പാണല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ പോയപ്പോൾ ഇത് കണ്ടോ, എന്തോരം മീനുകളാണ്. മേളിൽ ഉപ്പിൻ്റെ കൂടൊക്കെ ഉണ്ട് കേട്ടോ. ക്ലോറിൻ വെള്ളം ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഉപ്പിൻ്റെ കൂടൊക്കെ കണ്ടു കേട്ടോ. ഇവിടെയൊക്കെ ആര് കൊണ്ടുവന്ന് വേസ്റ്റ് ഇടാനാണോ? ആർക്കറിയാം, മനുഷ്യന്മാരല്ലേ അല്ലേ. അങ്ങനെ കണ്ടോ പൊടി പോലത്തെ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് വൈറ്റ് ആയിരുന്നേ. ഒരുമാതിരി തൊലി പൊളിച്ച പോലെ ഇരിക്കുന്നു കേട്ടോ. ഇപ്പുറത്താണെങ്കിലോ ഫുള്ള് ബ്ലാക്കും. എന്ത് രസമല്ലേ അടുത്തുനിന്നായാലും കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെ കാണണം. ഇല്ലാതെ ചാലിലോ തോട്ടിലോ വല്ലതും പോയാൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുമോ? അങ്ങനെ പിന്നെ ഉണ്ടായിരുന്നത് ഫുൾ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എലി ഇതാടാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് പറയാനാ, ആദ്യത്തെ കാഴ്ച കേട്ടോ. ഈ എലിയൊക്കെ പിടിച്ച് എന്തിനാണാവോ ഇവിടെ വെച്ചിരിക്കുന്നത്? ആർക്ക് കാണാനാണാവോ? കാണാത്തവരുണ്ടാവുമല്ലോ അല്ലേ. നമുക്ക് പിന്നെ സ്ഥിരം കാഴ്ച ആയതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പോയപ്പോൾ എലിയുടെ ഇനത്തിൽപ്പെട്ട ഒരുപാട് സാധനങ്ങളാണ് കേട്ടോ പിന്നെ കണ്ടത്. വെള്ളയും കറുപ്പും വെള്ളയും ഒക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങൾ, ചെറുതും വലുതും മീഡിയവും ഇടത്തരം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ആളും ഉണ്ടായിരുന്നു. ഈ ഭാഗത്തായിരുന്നു കേട്ടോ മെയിനായിട്ട് ആളുണ്ടായിരുന്നത്. കാരണം മറ്റിടത്തൊന്നും വലിയധികം കാണാനില്ലല്ലോ. ഇത് ചെറിയ മുള്ളംപന്നിയാണ്. വലുതിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ചെറുതിനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിൻ്റെ മുകളിൽ അതിൻ്റെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു അറക്കൽ ഫീലായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ടൈപ്പ് പന്നിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് എന്ത് പന്നിയാണോ ആവോ? ഇതിനെ ഒരു ടൈപ്പ് പന്നിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഒരുപാട് കാണാനൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പുറമേ നിന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അകത്ത് കയറിയപ്പോൾ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. എങ്കിലും നമുക്ക് 100 രൂപയുള്ളൂ ടിക്കറ്റിന്. ആ ടിക്കറ്റിന് കണക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് തോന്നിയത് ഈ പക്ഷികളെയൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ. വളരെ കളർഫുൾ ആയിട്ടുള്ള പക്ഷികളായിരുന്നേ. ഇവരെന്തോ കൊഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് പോയിട്ട് ഒന്ന് ശല്യപ്പെടുത്താമെന്ന് ഓർത്തു. ആരായാലും അങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഈ സാധനത്തെ കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി കേട്ടോ. അതിൻ്റെ മുഖഭാവമൊക്കെ ഒന്ന് കാണണേ, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എന്ത് സാധനം എന്നറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല, ചടപടെ ഓട്ടോ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കയറിയും തിരിഞ്ഞും മറിഞ്ഞും ഒരു മനുഷ്യൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ. ഇതെന്താണാവോ സാധനം? അങ്ങനെ അണ്ണാൻ്റെ പോലെ ഇരിക്കുന്ന എന്തോ സാധനമാണ് കേട്ടോ. അതിൻ്റെ ഏതെങ്കിലും ഇനത്തിൽ പെട്ടതായിരിക്കും. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നീങ്ങി. ഇനിയിപ്പോൾ ഉള്ളത് മയിൽ പോലെ ഇരിക്കുന്ന കുറേ കോഴി ഇനത്തിൽപ്പെട്ട സാധനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെയൊക്കെ കണ്ടു. അങ്ങനെ മുമ്പോട്ട് പോവുകയാണേ. ഇവനിതെന്താണ്ടാ കാണിക്കുന്നത്? അവനങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാവേ.
അപ്പോൾ ഇത് അടുത്തടുത്തോട്ട് ചെന്നപ്പം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള തത്തകളാണ് കേട്ടോ. അവർ വലിയ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണോ അതോ എന്നെ വലിയ ഗൗനിക്കാതിരിക്കുകയാണോ എന്താണെന്നറിയില്ല. ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഏതൊരു കാർട്ടൂൺ ഓർത്തു കേട്ടോ. കാർട്ടൂണാണോ ആനിമൽ പ്ലാനറ്റ് ആണോ എന്തിലോ ഒന്നിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പല തരത്തിലുള്ള തത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഒരുപാട് പേര് വീഡിയോ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെ ആയിരിക്കും. പിന്നീടായാലും ഇത് കാണാനൊരു രസമല്ലേ. ഇന്നും കൂടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് ദൂരം തന്നെ പോകേണ്ടി വരും കേട്ടോ. നമ്മുടെ അടുത്തൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായേ. സൂവോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് പോകണമെങ്കിൽ തന്നെ ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം ഇതുപോലൊക്കെ കാണാൻ പോകാൻ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. വളരെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. മടുപ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവൾ ചൊറിഞ്ഞും മാന്തിയൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്താണാവോ കാണിക്കുന്നത്. എന്തൊരു കളറല്ലേ, എന്ത് രസമല്ലേ കളർ കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെയാണെങ്കിൽ ഫോണിൽ ഇതൊക്കെ കളറൊക്കെ മാറ്റുമ്പോഴാണ് ഇങ്ങനത്തെ കളറൊക്കെ കാണുന്നത്. പിന്നെ ഇത് താറാവിൻ്റെ കൂട്ടമാണ് കേട്ടോ. കുഞ്ഞുങ്ങളും വലിയതും ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ താറാവിൻ്റെ കൂട്ടം. ഇതിന് വേറെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം തലയിലൊക്കെ കണ്ടില്ലേ തൊപ്പി പോലെ എന്തൊക്കെയോ. അതേപോലെ തന്നെ കിളികളൊക്കെ. ഇതിന് വലിയധികം പേടിയൊന്നുമില്ല കേട്ടോ. അടുത്തോട്ട് പോകുമ്പോൾ തന്നെ അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ പകച്ചു മാറി ഓടി അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് അടുത്തടുത്ത് വീഡിയോ പിടിക്കാനായിട്ട് തന്നെ നിൽക്കുകയാണോന്ന് അറിയില്ല. നിൽപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ ഒരു യമണ്ടാച്ചി കളറായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതങ്ങ് മണ്ടയിലായതുകൊണ്ട് മുകളിലോട്ട് വീഡിയോ പിടിച്ചെന്നേ ഉള്ളൂ. ശരിക്കും കാണാനൊന്നും പറ്റില്ല കേട്ടോ. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതെല്ലാം. മറ്റേത് കുറച്ച് വലിപ്പമുള്ളതായിരുന്നേ. കാണാൻ എന്ത് ഭംഗിയല്ലേ, എന്തൊരു കളറല്ലേ. പിന്നെ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി കേട്ടോ. എനിക്ക് ആ വെള്ളി നക്ഷത്രമൊക്കെ ഓർമ്മ വന്നു. എന്താണാവോ കാണുമ്പോൾ ഒരു യക്ഷി ലുക്കില്ലേ. എനിക്കാണോ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഇത് സമാധാനത്തിൻ്റെ വളരിപ്രാവുകളായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് നേരം നിന്നു. അങ്ങനെയെങ്കിലും ഇച്ചിരി സമാധാനം കിട്ടട്ടെന്ന് ഓർത്ത് കേട്ടോ. പിന്നെ വന്നപ്പോൾ മഞ്ഞയും വെള്ളയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. ഇതേപോലത്തുള്ള പക്ഷികളാണ് കേട്ടോ ഇനിയുള്ളതെല്ലാം. ഇതിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. തലയിൽ ചട്ടി കമത്തി വെച്ച പോലെയുണ്ട്. ഏതായാലും കുഴപ്പമില്ല, നല്ല സുന്ദരനാട്ടോ. അതിൻ്റെ ഒച്ചയും വേറെ ഏതോ രീതിയിലായിരുന്നു കേട്ടോ. കറ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ സൗണ്ടായിരുന്നേ. ഇതേപോലെ തന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ പാമ്പ് ചീറ്റുന്ന പോലെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതിനടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു. പാമ്പ് ചീറ്റുന്ന പോലെ ഇങ്ങനെ എന്നും പറഞ്ഞ് ചീറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. വല്ലാത്ത ചീറ്റിലായിരുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് നമ്മുടെ ഗിനിക്കോഴിയൊക്കെ പോലെ ഇരിക്കുന്നു കാണുമ്പോൾ. പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും ഇതുപോലെയൊക്കെ സാധനത്തിനെയൊക്കെ കണ്ടത് കേട്ടോ. ഈ പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ പാമ്പ് ചീറ്റുന്ന പോലെ എന്ന് പറഞ്ഞ് ചീറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മുഖത്താണെങ്കിൽ മാസ്ക് വെച്ച പോലെയാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ സൗണ്ട് പുറത്ത് വരാത്തതാണോ അതറിയില്ല കേട്ടോ. ഏതായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നീട് ചെന്നത് ഈ വെള്ള സാധനത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഇതിന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ കൂടൊക്കെ എന്ത് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ എന്നാലും അത് എന്ത് നീറ്റായിട്ടാണ് ഇരിക്കുന്നതല്ലേ. നമ്മളെപ്പോലെയൊക്കെയാണോ? നമ്മളെപ്പോലെ അല്ല, എന്നെപ്പോലെയൊന്നും ഒട്ടും അല്ല കേട്ടോ. അങ്ങനെ പിന്നെ വന്നത് ഈ സാധനത്തിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. ഇതാണെങ്കിൽ ഒരു പേടിയില്ലാതെ എൻ്റെ ക്യാമറ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊത്തിപ്പറിക്കുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അടുത്തേക്കൊന്നും പോയില്ല കേട്ടോ. ഇതിന് നല്ല നീളമുണ്ട്. മറ്റേതുപോലെ തന്നെ വാല് നീണ്ടൊരു കിളിയാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ പോയത് 5D VR 360 വ്യൂ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ ചെന്നിട്ട് താഴെ ഒരു ചങ്ങല പോലത്തെ ഒരു സാധനത്തിൽ കാലിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ സാധനം കണ്ണിന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ലോകത്തോട്ട് കയറിപ്പോയ പോലെയാണ്. എനിക്ക് പേടിയായതുകൊണ്ടും പിന്നെ എൻ്റെ കെട്ടിയോ ഞാൻ എന്തെങ്കിലും കോപ്രായം പിടിക്കാൻ നിൽക്കുന്നത് കൊണ്ടും ഞാനത് കണ്ണിൽ വെച്ചില്ല കേട്ടോ. ചേട്ടായിയും തിരിച്ച് അതുപോലെ പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നതുകൊണ്ട് ചേട്ടായിയും നിന്നില്ല. മോള് കുറച്ച് നേരം ഇതും കണ്ടു നിന്നു കേട്ടോ. എക്സ്പീരിയൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. അത് നമ്മൾ പേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കാല് ആ ചങ്ങലയുടെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ആടുമ്പം ശരിക്കും പേടിയാവുന്ന പോലെ കേട്ടോ. എനിക്കാണ് സങ്കടം വന്നേ. മോളുടെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ മോൾക്ക് വിഷമമുള്ള പോലെയായിരുന്നേ. പിന്നെ ഇതുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പൊക്കോട്ടെ എന്ന് വെച്ചു. മോളോട് ഞാൻ അഭിപ്രായം ചോദിച്ചതാ കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പുറത്തേക്ക് കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പക്ഷെ ഒരുപാട് ഐറ്റംസ് ഒന്നും കണ്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു തീർന്നു പോയി കാണുമായിരിക്കും. അങ്ങനെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ ബജിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു ഓറഞ്ച് അല്ല കേട്ടോ, പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ. ഹെൽത്തി അല്ല എന്നൊക്കെ അറിയാവേ. പക്ഷെ നമ്മൾ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് മോനും അതുപോലെ ക്ഷീണം കാണും. അകത്ത് ആദ്യം മാത്രമേ തണുപ്പുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് യാതൊരു
ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, യാതൊരു തണുപ്പും ഇല്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഇതാ പുറത്ത് നമ്മൾ സാധാരണ തളിരിനും കതിരിനും ഒക്കെ കാണുന്ന പോലെ ഇതാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിൽ കയറിയില്ല കേട്ടോ, ആളുകളൊക്കെ ഭയങ്കര കുറവായിരുന്നു. പിന്നെ എന്തോ കയറാൻ തോന്നിയില്ല. പിന്നെ ചേട്ടായി ഒരു ട്രയൽ എന്ന രീതിയിൽ ആ റിങ് അറിയാൻ വേണ്ടിയിട്ടുള്ള വാങ്ങിയിട്ടോ. പുള്ളി പോയപ്പോൾ ഞാൻ ഓർത്ത് പുള്ളി ഇപ്പോൾ വലിയ ചക്കയും കൊണ്ട് വരുമെന്ന്. ചോദിച്ചു എന്നോട് ബിസ്ക്കറ്റ് വേണോ അതോ എന്തെങ്കിലും വെള്ളം കാര്യങ്ങളൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ പോയത്. ഒറ്റ ഏറ് പോലും ഫിനിഷ് ആക്കിയില്ല കേട്ടോ. ഇതാ എറിഞ്ഞെറിഞ്ഞ് തകർക്കുന്നുണ്ടേ പുള്ളി. ഇപ്പം കിട്ടും, എറിഞ്ഞു എറിഞ്ഞു. വെറുതെ 50 രൂപ കളയാനുള്ള പ്രഹസനമായിരുന്നേ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. അധികം നേരമൊന്നും അവിടെ നിന്നില്ല. പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിള്ളേരെയും കൊണ്ട് നിൽക്കാനും പറ്റില്ല. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ പോലെ മഴയായിരിക്കുമോ എന്നുള്ള പേടി കൊണ്ട് വേഗം ഇറങ്ങി കേട്ടോ. ഇത് വേറൊരു മോൻ അവിടെ ഇരുന്ന് എറിഞ്ഞതാണ്. ഞാൻ പിന്നെ ഒരു രസത്തിന് അതങ്ങ് പിടിച്ചു. അഥവാ കൊച്ചെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ കളിയാക്കാലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. കാണിച്ച് നമുക്കൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്താമല്ലോ. അപ്പോൾ വരുന്ന വഴിക്ക് മാവുങ്കാലം എത്തിയപ്പോഴത്തേക്കും മഴ ഏകദേശം തൂളി തുടങ്ങി കേട്ടോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഭയങ്കര മഴയും കാറ്റും കറണ്ടും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഈ കറണ്ടില്ലെങ്കിൽ കൈയും കാലും ഓടാത്ത പോലെയാണല്ലോ. അപ്പോൾ ഇതാ മക്കൾ വഴിയിൽ നിർത്തിയപ്പോഴത്തേക്കും അവരവരുടെ കളിയിലും കാര്യങ്ങളിലൊക്കെയാണ് ചേട്ടായി ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി പോയതാട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോന്നു കേട്ടോ. ഇനിയിപ്പം പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. വീട്ടിലെത്തിയപ്പോഴത്തേക്കും കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മടുപ്പായിരുന്നേ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.